അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആഗോള വാർഷിക സമ്മേളനം സമാപിച്ചു. യുകെയിലെ ആൾട്ടണിൽ വെച്ച് ചേർന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനം സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ആത്മീയ സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് നിർവഹിച്ചു. ജിഹാദ് എന്നാൽ രക്തച്ചൊരിച്ചിലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൃദയങ്ങളെ കീഴടക്കാൻ വാളുകളോ തോക്കുകളോ കൊണ്ട് സാധ്യമല്ല. ചിലർ നൽകുന്ന അധ്യാപനം തീവ്രവാദത്തിന്റേതാണ്. എന്നാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം സ്നേഹത്തിന്റെയും അനുകമ്പയുടേതുമാണ്. ശത്രുത പുലർത്തുന്നവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കുക. അതിനായി നമ്മുടെ ജീവിതം മുഹമ്മദ് നബിയുടെ അധ്യാപനം അനുസരിച്ച് മാറ്റി തീർക്കേണ്ടതുണ്ട്. അവസാനം അന്ധകാരം മാറുകയും പ്രകാശം പരക്കുകയും ചെയ്യുമെന്നും ഖലീഫ പറഞ്ഞു. आपका तो ऐलान ही ये है कि मैंने जो कुछ पाया मोहम्मद सल्लल्लाहु अलैहि वसल्लम और आपकी बरकत से पाया. आजकल इस्लाम उस चिराग की तरह है जो एक संदूक में बंद कर दिया जाए, या उस चश्मा शीरी की तरह है जो खसो खशाक से छुपा दिया जाए, जिससे तुम फ़ायदा नहीं उठा सकते. और कुछ बाज़ नाम नहाद मुसलमानों के लीडर जो हैं, उन्होंने गलत तालीम की वजह से ये तस्वीर पैदा कर दी है. इस्लाम मुखालिफ लोगों का जवाब हमेशा यही होता है कि इस्लाम की तालीम तो शिद्दत पसंदी की तालीम है, और ये लोग कानून को तोड़ने वाले और फसाद पैदा करने वाले और अखलाकी कदरों को पामाल करने वाले हैं. ये तस्वीर कायम हो गया. നാം ഒത്തുചേരുന്നു പ്രിയങ്കരനാം വന്ദേ ഹുസൂറിൻ ദിവ്യ സബീദത്തിൽ കൈകളുയർത്തി കേണിടുന്നു നാഥാ നിൻ മുന്നിൽ. പുണ്യ ഹുസൂറിൽ ചൊരിഞ്ഞിടൂ നിന്നനുഗ്രഹ വർഷം. ദീനിസ്ലാമിൻ ദിവ്യ പതാക പാരിലുയർത്തിടുവാൻ അഹമ്മദിയത്തിൻ തേരാളികൾ നാം മുൻനിരയിൽ നീളേ. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. സമാപന ദിനത്തിൽ നടന്ന ആഗോള ബയ്യത്ത് അഥവാ അനുസരണ പ്രതിജ്ഞയിൽ ലോകമെമ്പാടുമുള്ള അഹമ്മദികൾ പങ്കാളികളായി. 100-ൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തു. മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രതിനിധികളും ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തു. വേദിയിൽ മലയാള പദ്യം ആലപിക്കുന്നതിനും അവസരം ലഭിച്ചു. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെന്റേറിയന്മാരും പൗരനേതാക്കളും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.